ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇവാനിയൻ ധ്യാനത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ധ്യാന ചിന്തയിൽ അവസാനിക്കുമ്പോൾ ഞാൻ പറയുകയുണ്ടായി, ഈ ധ്യാനത്തോടുകൂടെ നമ്മൾ ഇവാനിയൻ വഴിയുടെ ഒരു പുതിയ ഫേസിലേക്ക് കടക്കുകയാണെന്ന്. നമ്മുടെ വഴിയെ 2 ഭാഗങ്ങളാക്കി നമ്മൾ വേർതിരിക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ആ ഒരു ധ്യാനത്തോടുകൂടെ നമ്മൾ ആ ഒരു ഫസ്റ്റ് പാർട്ട് അവസാനിപ്പിച്ചു. കുരിശിലെ പുനരൈക്യത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. യേശുവിൻ്റെ കുരിശിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് നമ്മുടെ താഴ്വരകളെയും കുന്നിനെയും മലയെയും വളഞ്ഞ വഴികളെയും പരുപരുത്ത തലങ്ങളെയും ഒക്കെ നമ്മൾ കണ്ടു. അതിലൊക്കെ ഊറിക്കിടക്കുന്ന അടിഞ്ഞു കിടക്കുന്ന മ്ലേച്ഛതകൾ, വേദനകളായിട്ടും ദുഃഖങ്ങളായിട്ടും അതിക്രമങ്ങളിൽ ബലിയാട് ആകപ്പെട്ടവർ അല്ലെങ്കിൽ പീഡിക്കപ്പെട്ടവരായിട്ടും അകൃത്യങ്ങൾ ചെയ്യുന്നവരായിട്ടൊക്കെ നമ്മൾ കണ്ടു. അതൊക്കെ യേശുവിൽ സമർപ്പിച്ചിട്ട് നമ്മൾ യേശുവിലുള്ള ആ വലിയ പുനരൈക്യത്തിന് ഭാഗമാകാൻ, അല്ലെങ്കിൽ ആ വലിയ പുനരൈക്യത്തിൻ്റെ സന്തോഷത്തെ വീണ്ടും അനുഭവിക്കാനായിട്ട് തീവ്രമായിട്ട് ആഗ്രഹിച്ചു. അവിടെ ഇവാനിയൻ വഴിയുടെ 2ാം ഭാഗം തുടങ്ങുന്നു. അവിടെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. എന്തിനാണ് യേശുവിൽ ഞാൻ പുനരൈക്യപ്പെടുന്നത്? എന്തിനാണ് ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നത്? അല്ലെങ്കിൽ എന്നിലുള്ള ആത്മസംഘർഷങ്ങളെ എല്ലാം കളഞ്ഞ് ഞാൻ എന്നെ തന്നെ കഴുകി വെടിപ്പാക്കി ആനന്ദവും ആഹ്ലാദവും കൊണ്ട് നിറച്ച്, അല്ലെങ്കിൽ അകൃത്യങ്ങളിൽ നിന്നെല്ലാം വിടുതൽ നേടി ഒരു നല്ല ഹൃദയത്തെ സൃഷ്ടിച്ച് അതിനുള്ളിൽ ഒരു നവചൈതന്യത്തെ നിക്ഷേപിച്ച് ദൈവസന്നിധിയിൽ ഞാനായിരിക്കുന്നു. സോ വാട്ട് എന്ന് വേണമെങ്കിൽ ചോദിച്ചൂടെ? അപ്പൊ പല വ്യക്തികളും വളരെ നല്ല ആളുകളാണെങ്കിൽ പോലും കുറച്ച് നാൾ കഴിയുമ്പോൾ അവരുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു മടി കയറി വരും, ഒരു ബോറടി കയറി വരും. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ബോറടി കയറി വരുന്നില്ലേ? കാരണം തുടക്കങ്ങളിലൊക്കെ വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. എൻ്റെ പാപത്തെ കളഞ്ഞ് കുരിശിൻ്റെ ചുവട്ടിലേക്ക് വന്ന് കുരിശുമായി ഞാൻ താതാത്മ്യപ്പെട്ട് സഹനത്തിൻ്റെ തീച്ചൂളയിൽ ഞാൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ, അത് കേൾക്കുമ്പോൾ അതിൽ വരുന്ന ത്രില്ലിലൊക്കെ കുറേ നാൾ നമുക്ക് ഒത്തിരി സന്തോഷം തോന്നും. അപ്പം പിന്നീട് ഒരു നല്ല കുമ്പസാരം നടത്തുമ്പോൾ, അല്ലെങ്കിൽ ആ പഴയ പാപങ്ങളിൽ നിന്നുള്ള വിടുതലുകളൊക്കെ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഉള്ളിലൊരു പുതിയ ആ ഒരു ദിശാബോധമൊക്കെ വരുമ്പോൾ കുറച്ച് നാളത്തേക്ക് വളരെ ത്രില്ലായിരിക്കും. എന്നാൽ പലപ്പോഴും ഈ ഒരു ധ്യാനമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം മൂട്ടിൽ തീ പിടിച്ച പോലെ നടക്കും. പിന്നെ മൂട്ടിലും തീയില്ല, മുകളിലും തീയില്ല, ഉള്ളിലും തീയില്ല എന്ന് പറഞ്ഞ ഒരവസ്ഥയിലേക്ക് അവരൊക്കെ അത് പതിക്കും. ദാറ്റ് ഈസ് എ ഡേഞ്ചർ ലൈക്ക് ദാറ്റ്. അപ്പൊ കുരിശിന്റെ ചുവട്ടിലേക്ക് വരുന്ന വ്യക്തി ഈ പുനരൈക്യപ്പെടണമെന്ന് നിർബന്ധമില്ല. പുനരൈക്യപ്പെടാതെ തന്നെ ആ വ്യക്തി യേശുവിൻ്റെ കുരിശിൻ്റെ കീഴിലേക്ക് വന്ന് യേശുവിലുള്ള പുനരൈക്യത്തെ സ്വീകരിച്ച് അതങ്ങനെ അങ്ങോട്ട് അടങ്ങി മടങ്ങി ഒതുങ്ങി അങ്ങനെ പോകാം. ദർ ഇസ് എ ഡേഞ്ചർ ലൈക്ക് ദാറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും ആധ്യാത്മിക ജീവിതത്തിൽ ആ സ്നേഹത്തിൻ്റെ തീവ്രതയൊക്കെ പെട്ടെന്ന് മാറുന്ന അനുഭൂതി നിങ്ങളിൽ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഒരു ബോറടി പതുക്കെ എവിടെ നിന്നൊക്കെ കയറി വരുന്നത് പോലെ തോന്നാം. സോ ഇവാനിയൻ ധ്യാനത്തിൽ ഈ ബോറടിയെക്കുറിച്ചും ധ്യാനിക്കുന്നുണ്ട്. അതിന് നമ്മൾ ചോദിക്കണം, എന്തിനാണ് ഞാൻ യേശുവിലുള്ള പുനരൈക്യത്തെ സ്വന്തമാക്കുന്നത്? എന്തിനാ ഞാൻ യേശുവിനെ ഫോളോ ചെയ്യണേ? വെറുതെ യേശു വരാൻ പറഞ്ഞു, അങ്ങോട്ട് പോയി. അപ്പം അത് പലർക്കും അത്ര ക്ലിയർ ആയിട്ടൊന്നും അറിയുന്നില്ല. കാരണം എന്തിനാ യേശുവിനെ നമ്മൾ അപ്പോൾ ക്രിസ്ത്യൻസ് ആയിട്ട് നമ്മൾ യേശുവിനെ അനുഗമിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ യേശുവിനെ സ്വീകരിച്ചില്ലെങ്കിൽ അതെങ്ങനെ ശരിയാവണേ? എന്നോടാണോ തിരിച്ച് ചോദിക്കണേ? ഞാൻ ചോദിച്ചത് നീ എന്തിനാ യേശുവിനെ അനുഗമിക്കണേന്ന് ഞാൻ ചോദിച്ചേ. അതിന് പകരം തിരിച്ച് എന്നോട് പറയണേ നമ്മൾ ക്രിസ്ത്യൻസൊക്കെ ആയിട്ട് യേശുവിനെ സ്വീകരിച്ചില്ലെങ്കിൽ ശരിയാവോ എന്ന് എന്നോട് തിരിച്ച് ചോദിച്ചു നോക്കിയേ. അതെങ്ങനെ ശരിയാവണേ? അപ്പൊ അച്ഛനൊക്കെ ആയിട്ട് എന്തിനാ യേശുവിന്റെ പിന്നാലെ പോണേന്ന് അച്ഛനറിയില്ലേ എന്ന് എന്നോട് തിരിച്ച് തമാശയായിട്ട് ചോദിക്കുക. ആ ക്വസ്റ്റ്യൻ നമ്മളെല്ലാവരും ഫേസ് ചെയ്യണം. എന്തിനാ നമ്മൾ യേശുവിൻ്റെ പിന്നാലെ പോണേ? അല്ല, യേശുവിനെ എന്തിനാ നമ്മൾ സ്വീകരിക്കണേ?
നിങ്ങൾക്ക് ഒത്തിരി ചോദ്യങ്ങൾ വേണമെങ്കിൽ ഉണ്ടാവാം, പക്ഷേ പിതാവിൻ്റെ മനസ്സിൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഓക്കെ, പലവർക്കും പല ഉത്തരങ്ങളുണ്ടെങ്കിൽ പിതാവിൻ്റെ മനസ്സിൽ ഒരൊറ്റ ഉത്തരം. അതെന്താണ് ആ ഉത്തരം? ശിഷ്യനാകാൻ. എന്തിനാ ഞാൻ എൻ്റെ പാപങ്ങളിൽ നിന്ന് മാറി വരുന്നേ? ഞാൻ എന്തിനാണ് യേശുവിനെ ആ കുരിശിൻ്റെ വേദനയിൽ, തൻ്റെ പീഡാനുഭവത്തിൽ അതിനെ രക്ഷിച്ച ഏകപുത്രൻ നമ്മോടുകൂടെ എന്ന് പറയുമ്പോൾ ആ യേശുവിൻ്റെ അടുത്തേക്ക് പോകുന്നത്, ആ യേശുവിനെ എനിക്ക് സ്വന്തമാക്കണം, ആ കുരിശിലെ പുനരൈക്യം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകണം എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ കാര്യങ്ങളെല്ലാം വിട്ട് യേശുവിൽ മൊത്തമായിട്ട് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നതിന് പലരുടെ മനസ്സിലും ഉത്തരങ്ങളില്ല. അതങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ ആ ധ്യാനഗുരു അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും യേശുവിൻ്റെ അടുത്ത് സമർപ്പിച്ചു. പക്ഷെ എന്തിനാ അങ്ങനെ സമർപ്പിക്കുന്നേ? പിതാവിൻ്റെ മനസ്സിൽ അതിൻ്റെ ഉത്തരം വളരെ ക്ലിയർ ആയിരുന്നു. ടു ബി എ ഡിസൈബിൾ. ടു ബി എ ഡിസൈബിൾ, യേശുവിൻ്റെ ശിഷ്യനാകാം. അപ്പോഴാണ് ഒരു ചോദ്യം വീണ്ടും കയറി വരുന്ന, എന്തിനാ ശിഷ്യനാകണേ? അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനോ? അല്ലെങ്കിൽ ഞാൻ വലിയ യേശുവിൻ്റെ ശിഷ്യനാണ് എന്ന് പറഞ്ഞിട്ട് കുറെ ടൈറ്റിലും മേടിച്ച് നടക്കാനോ? ഞാൻ ക്രിസ്തു ശിഷ്യനാണെന്നൊക്കെ പറയാനോ? എന്തിനാ ശിഷ്യനാകുന്നേ? എന്തിനാ എല്ലാവരും ശിഷ്യനാകണേ? എന്താ ശിഷ്യത്വം? യേശുവിൻ്റെ ശിഷ്യൻ എന്നൊക്കെ പറയണത്, ശിഷ്യൻ എന്നൊക്കെ പറയണത് എന്തിനാ? വലിയ തിയോളജിയും ഫിലോസഫിയൊക്കെ മാറ്റിവെച്ച് വചനത്തിലൂടെ കടന്നു പോവുക. എന്തിനാ നമ്മൾ ശിഷ്യരാകാൻ വേണ്ടി യേശുവിൻ്റെ പിന്നാലെ പോകുന്നേ? അതിന് സിമ്പിൾ ഉത്തരവുള്ളൂ, മനുഷ്യരെ പിടിക്കാൻ. ഇതർ എനി അതർ നിയോഗം, വേറെ ഏതെങ്കിലും നിയോഗം അതിനുണ്ടോ? ഇത് വളരെ ക്ലിയർ ആയിട്ട് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിക്കാൻ ഗലീലയിലൂടെ അങ്ങോട്ട് നടക്കണം. അപ്പോൾ അവരൊക്കെ അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ അവരോട് പറയും, എന്നെ അനുഗമിക്കേൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. എല്ലാം പഠിച്ചു, അത് മാത്രം പഠിക്കാണ്ട് നടക്കുക, അതല്ല പുനരൈക്യം വരാത്തെ. യേശുവിൻ്റെ പിന്നാലെ പോണ ആളുകൾ എന്തിനാ യേശുവിൻ്റെ പിന്നാലെ പോണേ? യേശു അങ്ങോട്ട് പോകണം, അപ്പൊ എനിക്ക് എൻ്റെ പിന്നാലെ പോകണം. യേശുവിൻ്റെ പിന്നാലെ പോകുന്നത് മനുഷ്യരെ പിടിക്കാനാണ്. നിങ്ങൾ എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ആ പ്രബോധനം, ആ മനുഷ്യരെ പിടിക്കുന്നതിൽ വന്ന തെറ്റുകളെ കുറിച്ചുള്ള ശാസനകള്, ആ മനുഷ്യരെ പിടിക്കുന്നതിലുള്ള പ്രക്രിയയിൽ വന്ന തിരുത്തലുകൾ, അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങളാണ് ശിഷ്യത്വത്തിന്റെ ഭാഗമായിട്ട് യേശു നമ്മെ പഠിപ്പിച്ചു തരാൻ ആഗ്രഹിക്കുന്നത്. ആ പഠിപ്പാണ് പുനരൈക്യത്തിന്റെ നടപ്പിനെ സൃഷ്ടിക്കുന്നത്. മനുഷ്യരെ പിടിക്കാനാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. ഈ മനുഷ്യരെ പിടിക്കുന്നത് എന്തിനാണ്? അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക, പുനരൈക്യപ്പെടുത്താൻ, ഒന്നിച്ചു കൊണ്ടുവരാൻ, തെറ്റിപ്പോയതിനൊക്കെ കൂട്ടിച്ചേർക്കാൻ. അതിനു വേണ്ടിയിട്ടാ മനുഷ്യരെ പിടിക്കാൻ പഠിക്കണേ. പുത്തൻകൂറിന്റെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പിതാവ് മനസ്സിലാക്കുകയാണ്, മലയിലേക്ക് കയറുമ്പോ ഞാൻ എന്തിനാ ശിഷ്യനാകുന്നേ? യേശുവിന്റെ ചരണത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ മാത്രമായിട്ടാണോ? യേശുവിനെ എങ്ങനെയാ ഞാൻ സമ്പാദിക്കുക? യേശു ശിഷ്യനായിട്ട് യേശുവിൻ്റെ മനസ്സിലുള്ള ഇഷ്ടങ്ങളെ പൂർത്തീകരിക്കുമ്പോഴല്ലേ, ദൈവത്തിൻ്റെ ഇച്ഛയെ പൂർത്തീകരിക്കുമ്പോഴല്ലേ ഞാൻ ദൈവ സമ്പാദനം എന്ന വലിയ തലത്തിലേക്ക് കടക്കുന്നതെന്ന് പിതാവ് തൻ്റെ സന്യാസി മക്കളോട് പറയും. മനുഷ്യരെ പിടിക്കാൻ പഠിക്കണം. കാരണം പുത്തൻകൂർ സമുദായത്തിൻ്റെ ഈ പിതാവിൻ്റെ ചുറ്റുമുണ്ടായിരുന്ന ആ സമുദായം മനുഷ്യരെ പിടിക്കുന്നതിൽ വളരെ ദയനീയമായി പരാജയപ്പെട്ട ഒരു ഗ്രൂപ്പായിരുന്നു. മനുഷ്യരെ പിടിക്കാൻ പഠിക്കാതെ പട്ടിയും പൂച്ചയും പോലെ തല്ലുകൂടുന്ന ഒരു അവസ്ഥ വിശേഷത്തിൻ്റെ ഉള്ളിൽ നിന്ന് പിതാവ് ശിഷ്യത്വത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. മനുഷ്യരെ പിടിക്കാനായിട്ട് വിളിക്കുന്ന ക്രിസ്തു ശിഷ്യത്വത്തെക്കുറിച്ച് പിതാവ് ചിന്തിക്കാൻ തുടങ്ങി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടില്ലേ? മനുഷ്യരെ പിടിക്കാൻ പഠിച്ചോ? MAയും BAയും MTechും എന്തൊക്കെയാ പഠിക്കാത്തത് നിങ്ങൾ? പക്ഷെ മനുഷ്യരെ പിടിക്കാൻ പഠിച്ചില്ല. അതുകൊണ്ടല്ലേ ഓടി വന്ന് പറയണേ, അച്ഛാ എൻ്റെ മക്കളെ എന്നെ ചവിട്ടി പുറത്താക്കി. അപ്പൊ ഞാൻ ആ സുഹൃത്തിനോട് ചോദിക്കാറുണ്ടായിരുന്നു, നിന്റെ കയ്യിലുണ്ടായിരുന്നല്ലേ?
1, 2, 3, 4, 5, 6, 8 വർഷങ്ങളൊക്കെ എന്തേ മനുഷ്യരെ പിടിക്കാൻ പഠിപ്പിക്കാഞ്ഞേ? എന്തേ നീ അവനെ പിടിക്കാൻ പഠിക്കാഞ്ഞേ? ഇപ്പൊ എല്ലാ തരത്തിലുള്ള തഴക്കദോഷങ്ങളിലും പെട്ട് എല്ലാവരാലും അവൻ പിടിക്കപ്പെടുമ്പോ നീക്കറിയാൻ തുടങ്ങുക അവനെ പിടിക്കാൻ പഠിക്കേണ്ടതല്ലായിരുന്നേ. അല്ലെങ്കിൽ 10, 15, 25 കൊല്ലത്തെ വിവാഹ ജീവിതത്തിന് ശേഷം പട്ടിയും പൂച്ചയും പോലെ തല്ലുകൂടിയതിന് ശേഷം ഒരു കൗൺസിലിങ്ങിൽ വരുമ്പോ തകർന്ന കഥകൾ പറയുമ്പോ ഐ ആസ്ക്, എന്തേ പിടിക്കാൻ പഠിച്ചില്ല? എന്തേ മനുഷ്യനെ പിടിക്കാൻ പഠിച്ചില്ല? ഓ അച്ഛ പിള്ളേർ 5 പിന്നെയാണ് പിടിക്കുന്ന കാര്യം പറയണേ. അത് തവളയ്ക്ക് ചാട്ടം പഠിപ്പിക്കണ്ടല്ലോ, മീനിനെ നീന്താൻ പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞു മാറിയാ. പക്ഷെ അവളുടെ മനസ്സിനെ എന്തുകൊണ്ട് പിടിക്കാൻ പഠിച്ചില്ല? പിന്നീട് നമുക്ക് ചുറ്റുമൊക്കെ ഈ മനുഷ്യരെ പിടിക്കാൻ പറ്റാത്തതിന്റെ കഥകളല്ലേ കേൾക്കണേ. ഇടവകച്ചിന് ഇടവകക്കാരെ പിടിക്കാൻ പറ്റണില്ല, ടീച്ചറിന് ക്ലാസ്സിലെ കുട്ടികളെ പിടിക്കാൻ പറ്റണില്ല, ബിഷപ്പിന് അച്ഛന്മാരെ പിടിക്കാൻ പറ്റണില്ല. മനുഷ്യരെ പിടിക്കാൻ മറന്നുപോയ ഒരു സഭ. പിന്നീട് സഭയുടെ മക്കളെല്ലാവരും ഒറ്റപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ സഭ അതിൽ ഡിസിൻറ്റഗ്രേറ്റഡ് ആവുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എവിടെയൊക്കെയോ ക്രിസ്തു ശിഷ്യത്വം സഭയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു. സഭ മാനേജ്മെന്റുകൾ പഠിപ്പിക്കുന്നു, ഈവന്റ് മാനേജായിട്ട് മാറുന്നു. പെരുന്നാളുകളും ബാക്കി അല്ലാതെ ഈവന്റ് മാനേജുകളായിട്ട് മാറുമ്പോ വരുവിൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കാൻ പഠിപ്പിക്കാം എന്ന് പറയുന്ന ശിഷ്യത്വത്തിൽ നിന്ന് ഒത്തിരി കാലം നമ്മൾ അകന്നു പോകുന്നു. യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ ക്രിസ്ത്യാനിറ്റി വളരെ നശിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുകയാണെങ്കിൽ എന്തേ അവർ കുട്ടികളെ പിടിക്കാൻ പഠിക്കുന്നില്ല? എന്തേ അവിടുത്തെ വിശ്വാസികളെ പള്ളിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവർക്ക് കഴിയുന്നില്ല? യേശുവിനെ മറന്നു. പിന്നീട് വേറെ എന്തിൻ്റെയൊക്കെ പിന്നാലെ പോയി, ഇസങ്ങളുടെ പിന്നാലെ പോയി, പലതരത്തിലുള്ള മാനേജ്മെന്റുകളിൽ അടുത്തേക്ക് പോയി. ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു കൊണ്ട് വന്നപ്പോ അതിൽ പറയുന്നതാണ്, ഒരാൾ പറയാണ്, എനിക്ക് ഒത്തിരി വേദന വന്നു, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടങ്ങൾ വന്നു. അപ്പോ ഒരു കവിയുടെ കവിതകളാണ് എന്നെ സാന്ത്വനപ്പെടുത്തിയത്, വചനമല്ല, ദൈവമല്ല, ശിഷ്യത്വത്തിന്റെ ബാലപാഠങ്ങൾ പോലുമല്ല. ഈ ലോകത്തിലെ ഏതോ ഒരു കവിതയാണ് ഇത്രേ അവനെ തന്നെ പിടിക്കാനും താങ്ങി നിർത്താനും അവനെ സഹായിച്ചതെന്ന് ഒരു പുരോഹിതൻ പറയുന്നതാണത്. ബൈബിള് വായിക്കാതെ, യേശുവിന്റെ പിന്നാലെ പോകാതെ, യേശുവിനെ അനുഗമിക്കാതെ സഭ എവിടെ ചെന്ന് നിൽക്കുന്നെന്നാ പറയണേ? മനുഷ്യരെ പിടിക്കാൻ നമ്മൾ പഠിക്കുന്നില്ല. ആ വചനഭാഗത്തേക്ക് കടന്നു ചെല്ലണേ. എങ്ങനെയാ നമ്മൾ മനുഷ്യരെ പിടിക്കണേ? അവിടെ അതിന്റെ ഇൻട്രസ്റ്റിംഗ് തിങ്. ഇപ്പൊ നമ്മൾ മാർക്കോസ് സുവിശേഷകന്റെ സുവിശേഷത്തിലെ മാർക്കോസ് 1-ാം അധ്യായത്തിലെ 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ ശിഷ്യത്വത്തിന്റെ വിളി ആദ്യമായിട്ട് കാണിക്കണേ. അപ്പൊ അതിന്റെ ഒരു പരിവേഷമുണ്ട്, അല്ലെങ്കിൽ ഒരു പരിസ്ഥിതി ഉണ്ട്. ആ വിളിയുടെ ഒരു പരിസ്ഥിതി, അത് മീൻ പിടിക്കണ ഒരു പരിസ്ഥിതിയാ. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് തിങ്. In a fishing context, he makes this statement. അത് എന്തുകൊണ്ടെന്ന് അറിയോ? കാരണം നമ്മൾ മീൻ പിടിക്കുന്ന പോലെയാ മനുഷ്യരെ പിടിക്കണേ, അല്ലേ? മീൻ പിടിക്കുന്ന പോലെയല്ല മനുഷ്യരെ പിടിക്കണേ. നമുക്ക് ആരെങ്കിലും പിടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിന്റെ, നമ്മുടെ ആ ഒരു ഇഷ്ടത്തിന്റെ വല അവന്റെ മേത്തേക്ക് ഇടും, അല്ലെങ്കിൽ അവളുടെ മേത്തേക്ക് ഇടും. പിന്നെ പതുക്കെ 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 ഇങ്ങോട്ട് വലിക്കും എൻ്റെ തീരത്തേക്ക്. അങ്ങനെ എൻ്റെ തീരത്തേക്ക് വലിച്ച് കൊണ്ടുവന്ന് എൻ്റെ തീരത്ത് അണയുമ്പോൾ ഞാൻ നോക്കും, നല്ല സാധനമാണെങ്കിൽ തല്ലി കൊന്ന് തിന്നാനായിട്ട് കൊട്ടയിൽ വെക്കും, അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും. മീൻ പിടിക്കുന്ന പോലെയല്ലേ നമ്മൾ മനുഷ്യരെ പിടിക്കണേ? മീൻ പിടിക്കുന്ന പോലെ മനുഷ്യരെ പിടിക്കാൻ പറ്റുമോ? കാരണം മീൻ പിടിക്കുന്നത് പോലെ മനുഷ്യരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തീരത്ത് അവർക്ക് ശ്വാസം മുട്ടാം. എത്ര നല്ല തീരങ്ങളാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും ആ തീരത്ത് നിങ്ങൾക്ക് ശ്വാസം മുട്ടാം. അതുകൊണ്ടല്ലേ ഭാര്യയുടെ തീരത്ത് ശ്വാസം മുട്ടുന്ന ഭർത്താക്കന്മാര്. കാരണം ഭാര്യ ഭർത്താവും തല്ലുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ തൻ്റെ ഒരു വല ആ ഭർത്താവിന്റെ മുകളിലിട്ടിട്ട് തന്നെ തങ്ങട് വലിക്കുക ഭാര്യയുടെ തീരത്തേക്ക്. മിണ്ടാതെ ഇരുന്നിട്ടും വലകൾ എറിയാൻ നിങ്ങൾ നല്ലോണം പഠിച്ചിട്ടില്ലേ? പാരിഷ് പ്രേസിന്റെ തീരത്തേക്ക് വല എറിഞ്ഞ് ജനങ്ങളെ മൊത്തമായിട്ട് വലിക്കുമ്പോഴല്ലേ പാരിഷിൽ തല്ലുണ്ടാവണേ? എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾക്ക് ആരായിട്ട് തല്ലുകൂടാനായിട്ട് ഇഷ്ടമല്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഒച്ചെടുക്കണേ?
നമ്മൾ എന്തുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ പൊട്ടിത്തെറിക്കുന്നത്? ശ്വാസം മുട്ടിയിട്ടാണ് പൊട്ടിത്തെറിക്കുന്നത്. അപരന്റെ തീരങ്ങളിൽ ശ്വാസം മുട്ടിയിട്ട്, ശ്വാസരുദ്ധനായിട്ട് നമ്മൾ കാണിക്കുന്ന ചില ചേഷ്ടകളാണ് പലപ്പോഴും നമ്മൾ പൊട്ടിത്തെറികളായിട്ടും സമരങ്ങളായിട്ടും സ്ട്രൈക്കുകളായിട്ടും ഒക്കെ കാണണേ. അപരന്റെ വലകൾ മറ്റൊരുവന് ശ്വാസം മുട്ടിക്കുമ്പോൾ സ്ട്രഗിൾ. ആ ശ്വാസം മുട്ടലുകളിൽ ചിലപ്പോൾ നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു. അപ്പൊ മനസ്സിലാക്കണം, എൻ്റെ വല അവരെ ശ്വാസം മുട്ടിക്കുന്നു. ഭാര്യയും ഭർത്താവും തല്ലുകൂടുമ്പോൾ അവർക്ക് മനസ്സിലാകണം, ഞങ്ങളുടെ വലകൾ പരസ്പരം ഇട്ട് പരസ്പരം തീരങ്ങളിലേക്ക് വലിക്കുമ്പോഴല്ലേ, ഞാൻ വിചാരിച്ചതുപോലെ വലിക്കുമ്പോഴല്ലേ ആ തീരങ്ങളിൽ അവർക്ക് ശ്വാസം മുട്ടുന്നതെന്ന്. അപ്പച്ചന്റെ തീരത്ത് ശ്വാസം മുട്ടുന്ന മക്കള്, ബിഷപ്പിന്റെ തീരത്ത് ശ്വാസം മുട്ടുന്ന വൈദികര്, ജനങ്ങളുടെ തീരത്ത് ശ്വാസം മുട്ടുന്ന ഇടവക വൈദികൻ, ഇടവക വൈദ്യന്റെ തീരത്ത് ശ്വാസം മുട്ടുന്ന ഇടവകക്കാര്, എല്ലാവരും പരസ്പരം വലകൾ എറിയുന്നു അല്ലേ? റിയാലിറ്റി ഷോകളും പലപ്പോഴും നമ്മൾ ചാനലിന്റെ നമ്പർ കൂട്ടാൻ വേണ്ടിയിട്ട്, റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് വലകൾ എറിഞ്ഞ് പ്രേക്ഷകരെ പിടിക്കുമ്പോൾ ആ പ്രേക്ഷകർക്കും ആ മാധ്യമ തീരങ്ങളിൽ ശ്വാസം മുട്ടിക്കൂടെ? You just think about what's happening all around us. വലകള്, അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുന്ന വലകള്. ആ വലകളിലൂടെ നമ്മുടെയൊക്കെ തീരങ്ങളിലേക്ക് വലിച്ചെടുപ്പിക്കും. ചിലപ്പോഴൊക്കെ ശ്വാസം മുട്ടും. ഐ സംടൈംസ് ഫീൽ ലൈക്ക് ദാറ്റ്. ഞാനൊരു നല്ല മനുഷ്യനായിരിക്കാം, അല്ലെങ്കിൽ നല്ല മനുഷ്യനാണെന്ന് ഞാൻ കരുതുന്നു, പക്ഷെ എനിക്ക് ശ്വാസം മുട്ടാറുണ്ട്. ശ്വാസരുദ്ധനായിട്ട് ഞാനും ചിലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാറുണ്ട്. അവരെ വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല, എനിക്ക് ശ്വാസം മുട്ടുന്നു. അപ്പൊ ഞാൻ എൻ്റെ ഇടവകക്കാരോട് പറയാറുണ്ട്, എനിക്ക് ശ്വാസം മുട്ടുന്നു, നിങ്ങളുടെ വലകൾ എന്നെ ശ്വാസരുദ്ധരാക്കുന്നു, എന്നെ ഫ്രീ ആക്ക്. അപ്പൊ പരസ്പരം മുഖം തിരിച്ച് കടന്നു പോകും. വചനത്തിൽ എന്താ പറഞ്ഞിരിക്കണേന്ന് അറിയോ നിങ്ങൾക്ക്? അവർ അവരുടെ വലകൾ ഉപേക്ഷിച്ച്, തീരങ്ങൾ ഉപേക്ഷിച്ച് അവന്റെ പിന്നാലെ പോയി. അതാണ് ശിഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ വേദനാജനകമായ ഭാവം. അതാ വലിയ മുണ്ടമ്മല കയറ്റം. മനുഷ്യരെ പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വലകളെയും എൻ്റെ തീരങ്ങളെയും ഞാൻ വിടണമെന്നുള്ള ചിന്ത. താല്പര്യമില്ല നമുക്ക് ആർക്കും നമ്മുടെ വലകളെയോ നമ്മുടെ തീരങ്ങളെയോ ഒക്കെ വിടാനായിട്ട്. പുനരൈക്യപ്പെടണമെങ്കിൽ നമ്മുടെ വലകളെ നമ്മൾ ഉപേക്ഷിക്കണം, നമ്മുടെ തീരങ്ങളെ നമ്മൾ ഉപേക്ഷിക്കണം. എന്നിട്ട് അവനിൽ നമ്മൾ തീരം കാണണം. അവനിൽ നമ്മൾ രണ്ടു കൂട്ടർക്കും ശ്വാസം കിട്ടുന്ന, രണ്ടു കൂട്ടരും സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരു പുതിയ തീരത്തെ കുറിച്ച് ചിന്തിക്കണം. അങ്ങനെ പിതാവ് ചിന്തിക്കാൻ തുടങ്ങിയതാണ് പുനരൈക്യത്തിലേക്ക് ചെന്ന് നിൽക്കുന്ന പിതാവിൻ്റെ ആധ്യാത്മിക ചേതന. അത് ശിഷ്യത്വത്തിന്റെ പൂർണ്ണതയിലാണ് പിതാവ് അത് മനസ്സിലാക്കുന്നത്. പുത്തൻകൂർ സമുദായത്തിന്റെ മുകളിൽ കിടക്കുന്ന വലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് ശ്വാസം മുട്ടിപ്പിക്കുന്ന ആ ഒരു അവസ്ഥയിൽ പിതാവ് മനസ്സിലായി, ഇങ്ങനെയല്ല മനുഷ്യരെ പിടിക്കേണ്ടത്. ആ വലകളെ എനിക്ക് എറിഞ്ഞു കളയണം, എനിക്ക് അങ്ങനെയുള്ള ഒരു വലകളും വേണ്ട എന്ന് പിതാവ് മനസ്സിലാക്കുന്നു. പക്ഷെ വലകൾ ഉപേക്ഷിക്കുക, തീരങ്ങൾ ഉപേക്ഷിക്കുക അത്ര ഈസി ആയിട്ടുള്ള ഒരു കർമ്മമല്ല എന്ന് നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും അത്. പക്ഷേ ഈ വലകൾ എന്താണെന്നും തീരങ്ങൾ എന്താണെന്നും കൂടി അല്പം കൂടി നമ്മൾക്ക് ആഴത്തിലേക്ക് ചിന്തിക്കാം. ഒരു കാര്യം ഇപ്പം മനസ്സിലാക്കുക, നമ്മൾ യേശുവിനെ ഫോളോ ചെയ്യുന്നതും നമ്മൾ ശിഷ്യത്വത്തിലേക്ക് കടക്കുന്നതും കുരിശിന്റെ പുനരൈക്യത്തിലേക്ക് നമ്മൾ വരുന്നതും ശിഷ്യരാകാൻ വേണ്ടിയാണ്, യേശുവിനെ അനുഗമിക്കാൻ വേണ്ടിയാണ്. ഈ ലോകത്തിൽ എന്തിനാണ് യേശുവിനെ അനുഗമിക്കുന്നത്? അത് യേശുവിൽ നിന്ന് പഠിക്കാനായിരിക്കണം, മനുഷ്യരെ പിടിക്കാനായിരിക്കണം. And we just fail there. അവിടെ മ്ലേച്ഛത ഊറിക്കിടക്കുന്ന അടിത്തട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. The total failure of winning over the other. യുദ്ധങ്ങൾ ഉപയോഗിച്ചിട്ടോ വടികൾ ഉപയോഗിച്ചിട്ടോ എക്സ്റ്റേണൽ ഫോഴ്സുകൾ ഉപയോഗിച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് പിടിക്കാൻ കഴിയായിരിക്കും. അത് പിടിക്കലല്ല, ബന്ദികളാക്കലാണ്. അത് വിന്നിങ് ഓവർ അല്ല, അത് തകർക്കുന്നതാണ്. സരളമായിട്ടൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബഷീറിന്റെ പോമ്പഴം എന്ന കഥ അത് വായിച്ചു നോക്കണം.
എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു കഥയാണ് ഈ ബഷീറിന്റെ പൂവമ്പഴം എന്ന കഥ. അതിലൊരു ആദ്യ രാത്രി ആഘോഷിക്കുന്ന നവദമ്പതികളെ നമുക്ക് കാണാം. അപ്പൊ എല്ലാ ഭാവങ്ങളോടും കൂടി ആ ഒരു കുന്നും മലയും ഉപയോഗിച്ചിട്ട് ഈ ഭർത്താവ് ഭാര്യയോട് പറയും, ഞാൻ നിനക്ക് വേണമെങ്കിൽ എന്തും കൊണ്ടുവന്ന് തരും, നീ ആവശ്യപ്പെട്ട ഞാൻ സിംഹത്തിന്റെ രോമം പോലും പറിച്ചുകൊണ്ട് വരും എന്ന് പറയുമ്പോ ഈ നവദമ്പതിയായി നാണം കുണി പറയും, ഓ അത്രയൊന്നും വേണ്ട, എനിക്ക് പൂവമ്പഴം തന്നാ മതി എന്ന് പറയും. അപ്പൊ ഈ കക്ഷി പറയും, ഓ പൂവമ്പഴോ, അതിനെന്താ കുഴപ്പം, ദിപ്പ കൊണ്ടുവരാന്നും പറഞ്ഞിട്ട് ഈ കക്ഷി പുറത്തെടുക്കും. അന്ന് നല്ല കാറ്റും മഴയും പെയ്യാൻ തുടങ്ങും. ഇപ്പൊ കല്ലടപ്പുഴയുടെ തീരങ്ങളിലാണ് നടക്കണേ. പുഴയുടെ തീരത്തെത്തി പുഴ ക്രോസ് ചെയ്താലാണ് നാൽക്കവലയിലെത്തുള്ളൂ, കടകളൊക്കെ ഉള്ള സ്ഥലത്തെത്തുള്ളൂ. അവിടെ ചെന്ന് പിന്നെ വെള്ളപ്പൊക്കം. അവസാനം മുണ്ട് ഊരി തലയിൽ കെട്ടി കഷ്ടപ്പെട്ട് നദി നീന്തി അപ്പുറത്ത് ചെന്നപ്പോ കടകളൊക്കെ അടച്ചിരിക്കുന്നു. കാറ്റും മഴയും കാരണം കടകൾ അടച്ചു. പിന്നെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ചെന്ന് വാതിലുമ്പോ തല്ലി അവനെ എഴുന്നേൽപ്പിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അയ്യടാ ഒന്നുമില്ലല്ലോ, പൂവമ്പഴം കഴിഞ്ഞു, പൂവമ്പഴമില്ല, കുറച്ച് ഓറഞ്ച് ഉണ്ട്, അത് എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ആളൊന്ന് ഓറഞ്ച് തായോന്നും പറഞ്ഞിട്ട് അത് കെട്ടി പിന്നെ കഷ്ടപ്പെട്ട് നീന്തി ജീവൻ പോലും പണയം വെച്ചു എന്ന് പറഞ്ഞ മാതിരി വന്ന് ചെന്നപ്പോ ഭാര്യയോട് പറയും, പൂവമ്പഴം കിട്ടിയില്ല, എനിക്ക് ഓറഞ്ചാ കിട്ടിയേ. അവള് തുടങ്ങിയില്ലേ, ചെമുഖത്തിന്റെ രോമം കൊണ്ടുവരാന്ന് പറഞ്ഞു പോയ ആളാണ് അങ്ങോട്ട് പറഞ്ഞിട്ട് പൊന്തി കയറി, എനിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞിട്ട് കുടുംബത്ത് ബഹളം. അവസാനം ഈ സുഹൃത്ത് എന്ത് ചെയ്തു എന്നറിയാം, ഒരു വടി എടുത്തിട്ട് അവളുടെ മൂട്ടിൽ 4 അടി അടിച്ചിട്ട് ഒരു ഓറഞ്ച് എടുത്ത് കാണിച്ചിട്ട് ചോദിച്ചു, ഇതെന്താ ഇതെന്താ? അപ്പൊ അവള് പറയും, ഓറഞ്ച് കണ്ടൂടെ, 4 കൂടി അങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് പറയും, ഇതെന്താ? പൂവമ്പഴം. ഇത് പൂവമ്പഴാന്ന് പറയും. പിന്നെ 4 കൂടി അങ്ങോട്ട് കൊടുത്തിട്ട് അന്ന് പൂവമ്പഴം തിന്നേന്ന് പറയുമ്പോ വേഗം അത് തൊലി ഒളിച്ചിട്ട് തിന്നോണ്ടിരിക്കും. അപ്പൊ ഓരോ അല്ലെടുത്ത് വാഴലിടുമ്പോഴും വടി ഇങ്ങനെ പിടിച്ചിട്ട് ചോദിക്കും, എന്താ തിന്നണേ? പൂവമ്പഴം. എങ്ങനെയുണ്ട് പൂവമ്പഴം? ഒരു നല്ല പൂവമ്പഴം. എന്നാ അടുത്തൊരു പൂവമ്പഴം എടുത്ത് തിന്നാട്ടാ. അങ്ങനെ അതിനെ പൂവമ്പഴം തെറ്റിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ മനുഷ്യരെ പിടിക്കണ? അങ്ങനെ പൂവമ്പഴത്തിനെ ഓറഞ്ചാക്കിയിട്ട് ഓറഞ്ചത്തിനെ പൂവമ്പഴാക്കിയിട്ടുള്ള കഥകളെല്ലാം കുടുംബത്തിൽ നടക്കണേ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കോടതി വിധികൾ മേടിക്കണ. എന്താ നമ്മളെ മനുഷ്യരെ പിടിക്കാൻ പഠിക്കണേ? And I think we should spend a little time seriously in the presence of our God. നമ്മൾ ചോദിക്കണേ, എന്താ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കണേ? എന്താ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സംഭവിക്കണേ? എന്താ നമ്മുടെ സഭയിൽ സംഭവിക്കണേ? അപ്പൊ ചിലപ്പോഴൊക്കെ നമ്മൾ കണ്ണടച്ചിരിക്കുക. ചുറ്റും ശ്വാസം മുട്ടുന്ന ഗദ്ഗതങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോഴോ ഞരക്കങ്ങൾ പൊന്തി വരുമ്പോ അതൊക്കെ കേട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുക. മനസ്സിലാക്കണം, നമ്മുടെ സഭയ്ക്ക് പലർക്കും ശ്വാസം മുട്ടുന്നുണ്ടെന്ന്. ഒരുപക്ഷെ സഭയുടെ ആ മനുഷ്യരെ പിടിക്കുന്ന ആ ഒരു പ്രക്രിയ പലപ്പോഴും മീൻ പിടിക്കുന്നത് പോലെ ആയി പോകുന്നില്ലേ എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ശ്വാസം മുട്ടുന്ന ദൈവജനം, അല്ലെങ്കിൽ ദൈവജനത്തിന്റെ ആ ഒരു വാശിയിൽ ശ്വാസം മുട്ടുന്ന വൈദികരും അല്ലെങ്കിൽ അധികാരവർഗങ്ങളൊക്കെ ഈ വടംവലിയെ മാറ്റിക്കൊണ്ട് നമ്മൾ എന്ന് പരസ്പരം ദൈവത്തിന്റെ തീരത്തേക്ക് യാത്ര ചെയ്യും? നമ്മുടെ വലകളെയും തീരങ്ങളെയും വിട്ടുകൊണ്ട് നമ്മൾ എന്ന് ഒരു സംവാദത്തിന് ശരിയാകും? അവിടെ ശിക്ഷിത്വവും പുനരയിത്വവും തുടങ്ങുന്നു. പിതാവ് അത് വളരെ ആഴത്തിൽ മനസ്സിലാക്കാൻ തുടങ്ങി. പിതാവിന് മനസ്സിലായി, ഞാൻ ഒരു യാഗാഗ്നിയിലേക്ക് കയറിയില്ലെങ്കിൽ, എൻ്റെ ജീവിതത്തെ ഞാൻ ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ, ഞാനൊരു ക്രിസ്തു ശിഷ്യനാകുന്നില്ലെങ്കിൽ പുനരൈക്യം എന്നിൽ നിന്ന് പ്രവഹിക്കുകയില്ല. So he burns himself. തൻ്റെ വലകളെ, തൻ്റെ തീരങ്ങളെ പിതാവ് വിട്ടെറിയാൻ തയ്യാറാകുന്നു. അതെങ്ങനെയാണ് പിതാവ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് പിതാവ് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതെന്നും ഒക്കെ നമുക്ക് അടുത്ത ധ്യാനങ്ങളിൽ ആയിട്ട് കാണാം. ഇപ്പോൾ ഈ ധ്യാനത്തിൽ ആ ചെറിയ സെൻറ്റൻസിനെ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുക. മനുഷ്യരെ പിടിക്കാൻ പറ്റുന്നുണ്ടോ? കുടുംബത്തിൽ എല്ലാവരും സമാധാനമായിട്ട് ഇരിക്കുന്നതിന് പകരം ഈ മീൻപിടുത്തമാണോ നടക്കുന്നത്? പരസ്പരം വലകൾ എറിഞ്ഞുകൊണ്ട് പരസ്പരം ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥയെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? കുടുംബം എന്ന് പറയുന്നത് വലകളില്ലാത്തൊരു ബന്ധമാണ്. അതിൽ അപരൻ്റെ തീരത്ത് ശ്വാസം മുട്ടാൻ പാടില്ല. യേശുവിൻ്റെ ജീവിതവും അങ്ങനെ തന്നെ. അങ്ങനെയായിരിക്കണം പാരിഷ്, അങ്ങനെയായിരിക്കണം ഒരു സഭ, അങ്ങനെയായിരിക്കണം ഒരു മിഷൻ. അത് മനസ്സിലാക്കുകയും അതിനുവേണ്ടി യേശുവിൻ്റെ പിന്നാലെ ചെന്നിട്ട്, ഒരു പാപിയെന്നല്ല പറയണ്ടേ, യേശുവിൻ്റെ പിന്നാലെ ഒരു ശിഷ്യന്റെ പോലെ ചെന്നിട്ട്, ഷാൽ ഐ ഫോളോ യു
അതല്ലെങ്കിൽ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ സ്നേഹത്തോടെ വിളിച്ചു പറയുന്നത് എന്നെ അനുഗമിക്കുവിൻ എന്ന് പറയുമ്പോൾ ആ വലകളെയും തീരങ്ങളെയും ഒക്കെ വിട്ട് ആ മനുഷ്യരെ പഠിപ്പിക്കുന്ന വലിയ പഠനത്തിലേക്ക് നമുക്ക് കയറാനായിട്ടുള്ള ഒരു ത്രില്ല് വേണം. പിതാവ് എൻ്റെ ഒരു തിങ്കിങ്ങിൽ അല്ലെങ്കിൽ യുവാനിയൻ തിങ്കിങ്ങിൽ യേശു മനുഷ്യനെ പിടിക്കാനായിട്ട് പല ട്രിക്കുകളും പഠിപ്പിച്ചു തരെ. ഈ സുവിശേഷം മൊത്തമായിട്ടും ഒരു ശിഷ്യത്വത്തിൻ്റെ ഒരു മാനുവലാണ്. എങ്ങനെ ഒരു ഡിസൈബിൾ ആകാം, എങ്ങനെ യേശുവിൻ്റെ ചിന്താ പദ്ധതിയിലൂടെ മനുഷ്യരെ പിടിക്കാം, പുനരൈക്യപ്പെടുത്താം, പിതാവിൽ ഒന്നാകാം എന്നൊക്കെയാണ് ഈ ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം, ആഴത്തിൽ നമുക്ക് ധ്യാനിക്കാം. എന്തുകൊണ്ടാണ് എനിക്ക് അവരെൻ്റെ മനസ്സിനെ വിന്നോവർ ചെയ്യാൻ കഴിയാത്തത്? ഞാൻ എന്തിനാണ് ബലപ്രയോഗങ്ങൾ ഉപയോഗിച്ച് അവനെ ശ്വാസം പൊട്ടിക്കുന്നത്? എല്ലാം പഠിച്ചിട്ടും മനുഷ്യരെ പിടിക്കാൻ എന്തുകൊണ്ട് ഞങ്ങൾക്കാകുന്നില്ല? എന്തുകൊണ്ട് ഞങ്ങൾക്കിടയിലെ തല്ലുകൂട്ടങ്ങൾ മാറിപ്പോകുന്നില്ല? അത് നമുക്ക് മനസ്സിലാക്കി തരാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളർന്ന ഈ വലിയ പിതാവ് ശിഷ്യത്വത്തിൻ്റെ പല മാർഗങ്ങളെയും മാനങ്ങളെയും ഒക്കെ നമുക്ക് കാണിച്ചു തരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. താങ്ക് യു.